നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. കണ്ടകസ്ഥിതിയുടെ ദോഷം ചെയ്തിട്ട് 7-ൽ നിൽക്കുന്നത് ശനി ശത്രുസ്ഥാനാധിപതിയാണ്. അപ്പോൾ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന നല്ല ദോഷമുള്ളത് കാരണം എന്തിനാഗ്രഹിച്ചാലും ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യതയാണുള്ളത്. മാത്രമല്ല അവിടെ അഗ്നിമാർദ്ദ യോഗം ചെയ്ത് ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വ 3ാം ഭാവാധിപതി 7 നിൽക്കുന്നത് കാരണം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്ന വ്യക്തികൾ തമ്മിൽ കലഹമുണ്ടാകുക, ശത്രുത ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ശത്രുത ഉണ്ടാകുന്നത് കാരണം സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിപ്പിരിയാനായിട്ട് യോഗമുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കാമുകന്മാർ തമ്മിൽ കലഹിക്കാനും ഈ ബന്ധം ചിലപ്പോൾ നഷ്ടപ്പെടാനും യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ടുള്ള യോഗമുള്ള സമയമാണ്. ഒരുപക്ഷെ പരസ്പരം മാനസികമായിട്ട് അകന്നു നിൽക്കുന്നവരാണ് വിവാഹ ബന്ധം തന്നെ വേർപെട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ശത്രുസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം കുറച്ച് സ്ട്രോങ് ആണ്. എന്നിരുന്നാലും ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണഫലങ്ങൾ വരാതിരിക്കുകയും നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് വരികയും ചെയ്യും. പ്രത്യേകിച്ചും ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ അഷ്ടമത്തിലാണ്. അത് 19ാം തീയതി വരെ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം 19ാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഭർത്താക്കന്മാർ തമ്മിൽ ഡൈവേഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വരിക, മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. 19ാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ വരുന്നതുകൊണ്ട് ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരാൻ യോഗമുള്ള സമയമാണ്. അപ്പം ചിലവ് വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. ചാരവശാൽ 10ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കർമ്മസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള മാസമാണ് ഏപ്രിൽ മാസം. ഏപ്രിൽ മാസത്തിൽ കളവ് ചെയ്തു, കളവ് പറഞ്ഞു, കള്ളത്തരം പറഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പോൾ 5ാം ഭാവാധിപതി 7 നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. തൊഴിലിലാണെങ്കിലും വലിയൊരു മെച്ചമൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് ഇങ്ങനെ പോവുക എന്ന് പറയുന്നൊരവസ്ഥയല്ലാതെ വലിയൊരു ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ ചിലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം പ്രതിസന്ധിയായിട്ട് വേറെയും കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ഗുരുതി പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ദേവീ ക്ഷേത്രത്തിൽ ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ശംഖാഭിഷേകം, നെയ്വിളക്ക്, അഘോര പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. രാഹു പൂജയും കേതു പൂജയും ചെയ്യണം. അങ്ങനെ പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയും നല്ല പ്രാർത്ഥനയുണ്ടാകുകയും ചെയ്യുമെങ്കിൽ മാത്രമാണ് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഈ കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.